എന്റെ പൊന്നു തമ്പുരാനെ ഒന്ന് കക്കൂസി പോയതാ. അയ്യോ തമ്പുരാക്കന്മാരൊക്കെ ഇപ്പൊ കക്കൂസിലാന്നോ? ഒന്നും പറയണ്ട, കുന്ത്രാണ്ടത്തിന്റെ മുകളിൽ നിന്ന് കേറാൻ പോയതാ. 3 തവണ തെന്നി താഴെ വീണു. യൂറോപ്പിൽ നിന്ന് ഓരോ സെറ്റപ്പ് ഒക്കെ ഇറക്കിക്കൊണ്ട് വന്നോളൂ. പണ്ടത്തെ ഏതോ ഒരു സെറ്റപ്പിന്റെ സൗണ്ട് ആണല്ലോ. അയ്യോ അതേ കണ്ണ്, അതേ മൂക്ക്, എന്റെ സൂസമ്മയാന്നോ? അന്നൂസേ, എടി സൂസു. ഞങ്ങളുടെ പേര് സൂസമ്മേന്നും അന്നമ്മേന്നുവാ. പക്ഷെ ഞങ്ങളെ വിളിക്കുന്ന പേര് അന്നൂസെന്നും സൂസെന്നുവാ. എന്ന് വിചാരിച്ച് നിങ്ങൾ ആരും കയറി ശൂശുന്ന് വിളിക്കാൻ നിക്കണ്ട കേട്ടോ. ഇടി എന്നാ ഉണ്ടടി വിശേഷം? എത്ര കാലമായി കണ്ടിട്ട്. ആ ഇപ്പൊ ഡിസ്കോ ആയേനെ. നീ എവിടെ പോവാടി? നീ എവിടെ പോവാടി? ഞാനടി ആദ്യം ചോദിച്ചത്. ഞാനോടി ആദ്യം ചോദിച്ചേ. നീ ഇങ്ങനെ പണ്ടേ ഇങ്ങനെ ഒന്ന് പറഞ്ഞു രണ്ടാമത്തെ അങ്ങ് പിണങ്ങും. പൊട്ടിച്ചേ ഇന്ത്യേ. എടി എന്നാ ഇവിടെ വന്നിരുന്നേ. അയ്യോ എത്ര കാലമായി കണ്ടിട്ട്. പറയടി, നീ എവിടെ പോവാടി? ഞാനങ്ങ് ഒക്കലോമേ പോവാ. അതൊക്കെയുടെ മൂട്. അയ്യോ നീ എവിടെ പോവാടി? ഞാനങ്ങ് എത്തിയോപ്യ പോവാ. ആ അങ്ങ് എത്തിയാ മതിയായിരുന്നു. എടി ഞങ്ങൾ അവിടെ സെറ്റിൽഡാ കേട്ടോ. മെറ്റിലടിയാണോ പണി എവിടെ? എനിക്ക് ഇപ്പോഴും ചെവി കേൾക്കത്തൊന്നും ഇല്ലയോ? അന്ന് പറയടി, മക്കളുടെ കാര്യമൊക്കെ പറ. ഓ എനിക്ക് 12 പിള്ളേരേ ഉള്ളു. അതിലൊരുത്തനാന്നോടി പ്രാന്തൻ? ആ ഇനിയിപ്പൊ നീ ആ പാട്ടൊക്കെ പാടി കുളമാക്കാൻ നിക്കണ്ട. ആകെ 4 മിനിറ്റ് അല്ലേ ഉള്ളൂ ഫ്ലൈറ്റ് വരെ. അയ്യോ പണ്ടത്തെ വിശേഷങ്ങളൊക്കെ പറ എന്റെ സൂസു. പറയടി, പണ്ട് നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോ നമ്മളോട് പഠിച്ച ഒരു കുഞ്ഞവറായ നിനക്ക് ഓർമ്മയുണ്ടോ? ആ വള്ളിപ്ലാഞ്ചിന്റെ കാര്യം നീ എന്നോട് മിണ്ടരുത് കേട്ടോ. വൃത്തിയായിട്ട് തെണ്ടി. എനിക്ക് അവനെ കണ്ണെടുത്താ കണ്ടുകൂടായിരുന്നു. കഴിഞ്ഞ ദിവസം അവൻ എനിക്ക് ഫേസ്ബുക്കിൽ മെസ്സേജ് അയച്ചിരിക്കുക. ഐ ലവ് യു ചക്കരി ഉമ്മ ഉമ്മ ഉമ്മാന്ന്. അവനെ എന്റെ കൈ കിട്ടും. അതിന് മുന്നേ അയാളെ എന്റെ കയ്യിലൊന്ന് കിട്ടണം. അതിനാടി നിനക്കും അവൻ ഉമ്മ വന്നാ? ആ ഉമ്മ തന്നോണ്ടിരിക്കും. അയാളെന്റെ കെട്ടിയോനെ ഇപ്പം. അയ്യോ അത് കുഞ്ഞവറ, ഇത് കൊച്ചവറയാടി. പൊട്ടിച്ചേ മിണ്ടിയേ. എടി നിന്റെ ഒരു ആങ്ങളെ ഉണ്ടായിരുന്നല്ലോ ആൻഡ്രൂസ്. പണ്ട് ജോൺ ഹോനായുടെ പെട്ടി അടിച്ചോണ്ട് പോയിട്ട് ജയിലിലായവൻ. അവൻ പുറത്തിറങ്ങിയോ? അയ്യോ അവന്റെ കാര്യം ഒന്നും പറയാതിരിക്കുന്നതാ നല്ലത്. എന്നാ പിന്നെ പറയണ്ട. അയ്യോ എന്നാ പറയാം. പറ. അയ്യോ അവന്റെ കൂടെ ജയിലിലുണ്ടായിരുന്ന ഒരു ക്ലാപ്പൻ അവനോട് പറഞ്ഞു കൊടുത്തു, ഭൂമി കുഴിച്ചു എന്ന് കഴിഞ്ഞാൽ അങ്ങ് അമേരിക്കയിലെത്താമെന്ന്. അവൻ പിറ്റേ ദിവസം തന്നെ കുഴിക്കാൻ തുടങ്ങി. എന്നിട്ട് എങ്ങ് എത്തിയോ? ആ എത്തി. അപ്പുറത്ത് കിടക്കുന്ന ജയിൽ സൂപ്രണ്ടിന്റെ മുറിയിലാണ് എത്തിയത്. അതാണ്ട് കിടക്കുന്നു. എന്നിട്ട് 2 വർഷത്തേക്ക് ശിക്ഷ വിധിച്ചവനായി. ഇപ്പം ദേ തൂക്കിക്കൊല്ലാൻ വിധിച്ചിരിക്കുവാ. വിഷമൊന്നും ഇല്ലയോടി? ഒരു കാര്യത്തിലേ ഉള്ളടി വിഷമം. എന്നതാടി? എന്റെ കുഞ്ഞിന് തൊണ്ടയ്ക്ക് വേദന ഉണ്ടായിരുന്നതാ. ഇനിയിപ്പൊ കയറ് കഴുത്തെ കുരുങ്ങുമ്പോ വേദനിക്കുമോ എന്തോ. അയ്യോ എടി എനിക്ക് ക്ലബിൽ പോവാൻ സമയമായി. നിന്നോട് പറഞ്ഞോണ്ടിരുന്നു, ഞാൻ അങ്ങ് മറന്നുപോയി. അയ്യോ ഒരു മിനിറ്റേ. പണ്ടത്തെ ഗ്ലൂവിക്ക വല്ലാന്നോ തപ്പുന്നേ? അയ്യോ ഗ്ലൂക്കോസ് ഒക്കെ അടി ഇപ്പം കൊണ്ട് നടക്കുന്നത്. നീ ഇങ്ങോട്ട് ഇരുന്നേ. എടി ഇത് ക്ലബ് ഹൗസാ, ഇതൊരു ആപ്പാ. അയ്യോ നിനക്ക് ആപ്പാതിരുന്ന കൊള്ളാം. നിനക്കതൊന്നും ഇല്ലയോ ഫോണിനകത്ത്? അയ്യോ എനിക്കുണ്ട്. കൊച്ചുമോൻ എനിക്ക് ഇൻസ്റ്റാഗ്രാം എന്നും പറഞ്ഞ് ഏതാണ്ട് ഒരു കുന്ത്രാണ്ടമാ ഉണ്ടാക്കി തന്നത്. അതിനകത്തുണ്ടോ? ഇതിനകത്ത് പേരെന്തുവാടി? അയ്യോ അതിനകത്തെ പേര് സാൻഡലീന കുറൂബി. എന്തുവാ? സാൻഡലീന കുറൂബി. ഇങ്ങനെ ഒരു കുറുമ്പി. നിന്റെ ഫോട്ടോ ആണോ ഇട്ടിരിക്കുന്നത്? കാണുന്നില്ലല്ലോ. അയ്യോ അല്ല, കൊച്ചുമോൻ പറഞ്ഞു ഏതോ ഒരു യൂണിന്റെ ഫോട്ടോ ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ വരുമെന്ന്. അത് കാരണം ഇപ്പൊ ദേ കായലി പോള പറയുന്ന പോലെ ഇങ്ങനെ കേറിക്കൊണ്ടിരിക്കുവാ. ഫോളോവേഴ്സോ? സണ്ണി ലിയോണായിരിക്കും. അത് തന്നെ. അയ്യോ ഇനി എന്തുവാടി ചെയ്യുന്നേ നമ്മള്? നീ എന്നെ കൂടെ കൊണ്ടുപോകാൻ മുടി അങ്ങോട്ട്? ഞാൻ കൊണ്ടുപോവാം, പക്ഷെ നീ എന്നെ നോക്കേണ്ടി വരും. എന്നാലേ മാത്രമേ ഞാൻ കൊണ്ടുപോകത്തുള്ളൂ. എന്നാ മാത്രമേ ഞാൻ നിന്നെ കൊണ്ടുപോകത്തുള്ളൂ കേട്ടോ. നീ ഇങ്ങോട്ടൊന്ന് എഴുന്നേറ്റ് വന്നേ എന്റെ സൂസു. എടി എത്യോപ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊന്ന് എത്തി നോക്കാനുള്ള ദൂരമല്ലേ ഉള്ളൂ. നീ എന്നെ ഒന്ന് വിളിച്ചാ പോരാ, അടുത്ത ഫ്ലൈറ്റ് കയറി ഞാൻ അങ്ങ് എത്തിയേക്കാം. നീ എന്നാ പറയുന്നു? അയ്യോ ഇങ്ങനെ ഒരു പെണ്ണെ തീർച്ചയാണ്. കൊള്ളാം.